Good afternoon, Miss. Good afternoon. How are you all? Good afternoon, ma'am. I am fine. What about you? What about you? I am good. Thank you. How was your Onam vacation? Good afternoon. Super. Super. നിങ്ങള് പൂക്കള മത്സരത്തിനൊക്കെ പങ്കെടുത്തിരുന്നോ സ്കൂളില്? എല്ലാവരും നിങ്ങളുടെ പ്രസന്റ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം all of you take your textbook and pencil. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഏക്ക് അനേകാണ് അല്ലേ? all of you page number 20 പാട് സ്റ്റാർ ഏക്ക് അനേക്. ലെസൺ കംപ്ലീറ്റ് ആയതാണോ? നോ നോ ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിരുന്നോ? ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിരുന്നു പറഞ്ഞേ. നിങ്ങള് സൗണ്ട് ഉണ്ടാക്കല്ലേ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കൂതുക്കർ കോൻ ആയ, എന്താണ് നിങ്ങളുടെ ആൻസർ എഴുതിയത്? കൂതുക്കർ എഴുതിയിട്ടില്ല അല്ലേ? രണ്ടാമത്തെ ആദ്യത്തെ തന്നിട്ടില്ല. പ്രശ്നം കെ ഉത്തർ ബദാവോ എന്നാണ് പറഞ്ഞത്. ആൻസർ പറയാനാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും മിസ് അത് തരാത്തത്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് പറഞ്ഞ് പഠിക്കാം ഇന്ന്. അപ്പം കോൻ ചഞ്ചൽ ഔർ ശൈത്താൻ थी? ഓക്കെ, പേജ് നമ്പർ എത്ര? ചഞ്ചൽ ആവും മിസ്. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 22. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ടോ ഒന്ന് കൺഫേം ചെയ്യാനായിരുന്നു കേട്ടോ. അത് ഒന്നും കൂടെ മിസ് ആ ലെസൺ എടുത്തു തരാം. ഏക്ക് അനേക് അതൊരു കവിതയാണ് അല്ലെ? ഇവിടെ നമ്മള് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്? ഫസ്റ്റ് സംജ്ഞയാണ് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ ഏകവചൻ ബഹുവചനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതിനാണ് നിങ്ങളോട് ഞാൻ ആദ്യം പേജ് നമ്പർ 23 ആ ബ്ലൂ ബോക്സിനത്തെ കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിരുന്നത്. എന്താണ് ഏകവചൻ എന്ന് പറഞ്ഞാല്? ഏക് വസ്തു യാ പ്രാണി കെ ബാരെ മേ ബതാനെ വാലെ ശബ്ദ് ഏകവചൻ കഹലാത്തെ ഹെ. നിങ്ങൾ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാ മതി. എന്താണ്? ഒരു വസ്തുവിനെയോ ഒരു ജീവിനെയോ ഒരു സാധനത്തിനെയോ നമ്മൾ പറയുന്നതിനാണ് ഏകവചൻ എന്ന് പറയുന്നത്, സിംഗുലർ. അപ്പം ബഹുവചൻ എന്ന് പറഞ്ഞ എന്താണ്? ദോ യാ അധിക വസ്തുവോ യാ പ്രാണിയോം കെ ബാരെ മേ ബതാനെ വാലെ ശബ്ദ് ബഹുവചൻ കഹലാത്തെ ഹെ. എന്താണ്? ദോ എന്ന് പറഞ്ഞ എത്രയാ? രണ്ടല്ലേ? രണ്ടോ അതിലധികമോ വസ്തുക്കളോ അല്ലെങ്കിൽ ആളുകളോ അല്ലെങ്കിൽ ജീവികളോ എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ബഹുവചൻ എന്നാണ് ഹിന്ദിയിൽ പറയാ. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ പ്ലൂരൽ എന്ന് പറയും, മലയാളത്തിൽ ബഹുവചനം, ഹിന്ദിയിൽ ബഹുവചൻ. ഇത്രയേ ഉള്ളൂ. മലയാളവും ഹിന്ദി ഏകദേശം ഒരേപോലെ തന്നെ പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് മഖി, ലഡുക്ക, കിതാബ് അല്ലെ? മഖി എന്ന് പറഞ്ഞ എന്താണ്? ഈച്ച. ലഡുക്ക ആൺകുട്ടി, കിതാബ് പുസ്തകം. അതിൽ ഓരോന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഏകവചൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബഹുവചന എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? മഖിയാം. മഖിയാം എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ, കുറെ എണ്ണം ഉണ്ടല്ലേ? ലഡുക്കെ, ലഡുക്കെ എന്ന് പറഞ്ഞ ആൺകുട്ടികൾ, കുറെ പേരുണ്ട്. കിതാബേ പുസ്തകങ്ങൾ. ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏക്ക് അനേക് എന്നുള്ള പേജ് നമ്പർ 21 പഠിച്ചില്ലേ?
എന്താണ്? ഏക്ക് അനേക്. ഏക്ക് എന്ന് പറഞ്ഞ വൺ, അനേക് പറഞ്ഞ മെനി, ധാരാളം, ഒന്നും ഒന്നിൽ കൂടുതലുള്ളതാണ്. ഫസ്റ്റ് കേല, കേലെ, ഗേന്ത്, ഗേന്ദേ, ഇതൊക്കെ നമ്മൾ പഠിച്ചു ഒരു പ്രാവശ്യം അല്ലെ. ലടുക്കി, ലടുക്കിയാം, കുർസി, കുർസിയാം. അപ്പം ഫസ്റ്റ് ഏക്ക് എന്ന് കാണുന്നിടത്തെല്ലാം ഒരെണ്ണത്തിനെ സൂചിപ്പിക്കുന്നു. അനേക് എന്നുള്ളിടത്ത് ബഹുവചനമായിട്ട് ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. അത് ഇവിടെ നോക്കിയേ, ശബ്ദാർത്ഥം. ഇതൊക്കെ നോട്ട് ബുക്കിൽ എഴുതിയതല്ലേ നിങ്ങള്? ശബ്ദാർത്ഥം എഴുതിയോ? പേജ് നമ്പർ 22 എഴുതി. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാൽ സിനോനിംസ്, അതായത് സമാനമായ അർത്ഥമുള്ള വാക്ക്. നാദാൻ, നാസ്മച്ച്, വ്യാകുൽ, ദുഃഖി, ഇഷാര, സങ്കേത്, തർക്കീബ്, ഉപായ്. അതായത് വ്യാകുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാകുലപ്പെട്ട് നിൽക്കുക, ദുഃഖിച്ചിരിക്കുക. അതിന്റെ അതേപോലത്തെ ഒരു വാക്കാണ് റൈറ്റ് സൈഡിലുള്ളത്. അത്രേ ഉള്ളത്. മുഹാവര എന്ന് പറഞ്ഞാല് പഴഞ്ചൊല്ലാണ്, പ്രോവർബ്. മുഹാവരെ. ഖാത്ത് ലഗാന എന്ന് പറഞ്ഞ എന്താണ്? പതിയിരിക്കുക എന്നൊക്കെ പറഞ്ഞില്ല. എന്താണ്? ഹംലെ കേലിയെ ചിപ്കർ തയ്യാർ രഖ്ന. നമ്മള് പതിയിരുന്ന് കേൾക്കുക, ഒളിച്ചിരുന്ന് കേൾക്കുക എന്നൊക്കെ പറഞ്ഞാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇപ്പൊ മുഹാവര എന്നുള്ളത് നിങ്ങൾ പ്രോവർബാന്ന് അറിഞ്ഞിരിക്കണം. പഠിക്കേണ്ട സമയത്ത് പറഞ്ഞുതരാം. നെക്സ്റ്റ് ശ്രുതിലേക്ക്. എന്താണ്? റിറ്റേഷൻ വേർഡ്സ് ആണ്. ചിടിയാം, ശൈത്താൻ, ബില്ലിയാം, തർക്കീബ്, മധുമക്കിയാം, ചത്ത, വ്യാകുൽ. ഈ വാക്കുകൾ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? നോ. ഈ വാക്കുകൾ അവിടെ ഹോംവർക്ക് എഴുതിക്കോ. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ഈച്ച് വേർഡ്സ് 3 times, 3 or 5 times. ശ്രുതിലേക്ക് എന്നുള്ള വാക്കുകൾ നിങ്ങൾ ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം. നെക്സ്റ്റ് വീക്കിൽ ഞാനിത് ഡിറ്റേഷൻ എഴുതുന്നതായിരിക്കും. എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ അനിഹ. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഈ പാഠഭാഗത്തുള്ള ഇത് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് വീക്കിൽ. ആ ഒരു ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് ടെസ്റ്റ് ഇടാം. നെക്സ്റ്റ് നോക്കിയേ, മൗഖിക പ്രശ്നം അല്ലെ, ഓറൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ, പ്രശ്നോം കെ ഉത്തർ ബതാവോ. അവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ പറയാനാ പറയുന്നത് അല്ലെ. കൂതുക്കർ കോനായ, ആരാണ് തുള്ളിച്ചാടിക്കൊണ്ട് വന്നത്? ആരാണ്? ചൂഹയാണ് അല്ലെ. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ചൂഹ എന്നാണ് അവിടെ ആൻസർ വരിക. നിങ്ങൾ അവിടെ ചൂഹ എന്നൊന്ന് എഴുതിയ സൈഡില് പെൻസിൽ കൊണ്ട്. ചൂഹ. കൂതുക്കർ കോനായ, ആരാണ് തുള്ളിച്ചാടിക്കൊണ്ട് വന്നത്? ചൂഹയാണല്ലേ. ചൂഹ. ചൂഹെ കിത്തനെ ഥേ, എലികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? പറയാൻ പറ്റുമോ? ചൂഹെ കിത്തനെ ഥേ, ആര് പറയാം? കുര്യൻ പറയുന്നുണ്ടോ? ആൻവി, ആൻഷി. ഓക്കെ. അനേക്. വെരി ഗുഡ്. അനേക്. ഒരെണ്ണമല്ല അല്ലെ, അനേക്. ചൂഹെ കിത്തനെ ഥേ എന്നുള്ളിടത്ത് അനേക് എന്ന് നിങ്ങൾക്ക് എഴുതാം അവിടെ. ഏക്ക് അനേക് ഇവിടെ കുറെ പ്രാവശ്യം എഴുതിയിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ലെസന്റെ പേരുണ്ട്, അതുപോലെ റൈറ്റ് സൈഡില് പേജ് നമ്പർ 21 അനേക് എന്ന് എഴുതിയിട്ട്. ഓക്കെ, അനേക്. മൂന്നാമതായിട്ട് കോലി ഔർ നാദാൻ കോൻ തീ, ആരാണ്? നാദാൻ എന്ന് പറഞ്ഞ എന്താണ്? നാദാൻ സരളമായിട്ട്, അതായത് ഇവിടെ സരൾ നാസ് മച്ച് എന്ന് കൊടുത്തിട്ടുള്ള നല്ല ഈണത്തിൽ പാടുന്ന, സരളമായിട്ട് പാടിയത് ആരാണ്? പാട്ട് പാടിയത് ആർക്ക് പറയാം? ഋഷികേശ്. ബേർഡ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ചിടിയാം. ചിടിയ. ചിടിയാണോ ചിടിയാം എന്നാണോ? ചിടിയ. ഒരു പക്ഷിയെ നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ടായിരുന്നു അല്ലെ. കുറെ പക്ഷികൾ വന്നപ്പോ കലപില കലപിലയായി. ഒരെണ്ണേ ഉണ്ടായിരുന്നത് ചിടിയ.
അപ്പൊ ഒരെണ്ണം ഉള്ളതിന് ചിടിയ എന്നാണ് പറയാ, ചിടിയാം എന്നല്ല, ചിടിയ. അപ്പൊ അതിന്റെ ആൻസർ ആയില്ലേ? കൂതുകർ കോനായ ചൂഹ. चूहे कितने थे? अनेक. होली और नादान कौन थी? चिड़िया. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കിയേ, ലിഖിത് പ്രശ്ന. ഇവിടെ കണ്ടോ റിട്ടേൺ ക്വസ്റ്റ്യൻസ് എന്നാ പറയുന്നത് അല്ലേ? ഫസ്റ്റ് മൗഖിക പ്രശ്ന പറഞ്ഞു, മൗഖിക പ്രശ്ന പറഞ്ഞ ഓറൽ ക്വസ്റ്റ്യൻസ്, ലിഖിത് പ്രശ്ന പറഞ്ഞ റിട്ടേൺ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഗൂഗിൾ മീറ്റിൽ ആയിരിക്കില്ല എക്സാം, റിട്ടേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പേജ് നമ്പർ 23 ഫസ്റ്റ് സെക്കൻഡ് എക്സസൈസ്. ഏക് വാക്യമേ ഉത്തർ ലിഖോ. എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് പറയുന്നത് അല്ലേ? കോൻ ചഞ്ചല ഔർ ശൈത്താൻ തീ. നമ്മൾക്ക് ഒരു സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം അല്ലെ? ഇത്രയും നാളും പറഞ്ഞ പോലെ ചൂഹ കോൻ കൂതുക്കർ കോനായ ചൂഹ, അത് നമ്മൾ ഒരു വാക്കിൽ അവിടെ ആൻസർ ആയി. പക്ഷെ ഇവിടെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം, നമ്മൾ ഒരു സെന്റൻസ് ആയിട്ട് എഴുതണം. അപ്പൊ കോൻ ചഞ്ചൽ ഔർ ശൈത്താൻ തീ ആൻസർ എഴുതി അല്ലെ നമ്മള്? എന്താ ആൻസർ? കോൻ എന്നുള്ളിടത്താണ് ക്വസ്റ്റ്യൻ വേർഡ് വന്നിരിക്കുന്നത് അല്ലെ? കോൻ എന്ന് പറഞ്ഞാല് ഹൂ, ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര്, ആരാണ്. കോൻ എന്നുള്ളിടത്താണ് നമ്മൾ ആൻസർ എഴുതുന്നത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യനിൽ തന്നെ എടുത്തെഴുതുക ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങള്? ചിടിയാം ചഞ്ചൽ ഔർ ശൈത്താൻ തീ. ചിടിയാം പക്ഷികളാണ് അല്ലെ? ചിടിയാം ചഞ്ചൽ ഔർ ശൈത്താൻ തീ. നെക്സ്റ്റ്, ചത്തേ മേ ബൈഠി മധുമക്ഖി ने किनको बचाने की बात कही? പിന്നെ കൂട്ടിലിരിക്കുന്ന മധുമക്ഖി ആരാണ്? തേനീച്ചകളെ ആരെ രക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വീണ്ടും ആൻഷി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യ. ചൂഹ, എലികളെ, എലികളെ രക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പം അവിടെ എഴുതേണ്ടത് ആൻസർ ചൂഹെ. അപ്പം ആൻസർ എന്താണ്? ചത്തേമേ ബൈഠി മധുമക്കീനെ കിൻകോ എന്നുള്ളിടത്താണ് നമ്മുടെ ആൻസർ വരിക. കിൻകോ എന്ന് പറഞ്ഞാൽ ആരെ, ഹൂം, ആരേന്ന്. ആ കിൻകോ എന്നുള്ളിടത്താണ് നമ്മൾ ചൂഹെ, ചൂഹേക്കോ ബച്ചാനെ കി ബാത്ത് കഹി. ബാക്കി എല്ലാം ക്വസ്റ്റ്യൻ തന്നെയാണ്, ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തെഴുതുന്നത്. മൂന്നാമത് നോക്കിയേ, ബില്ലിയാം കിനെ പാസ് ദേഖ്കർ വ്യാകുൽ ഹോ ഗയി. ബില്ലിയാം അല്ലെ? ക്യാറ്റ്സ്, പൂച്ചകള് ആരൊക്കെ അടുത്തേക്ക് വരുന്ന കണ്ടിട്ടാണ് ഓടിപ്പോയത്, പേടിച്ചു പോയത്? അനിഹ? ആ, മധുമക്കിയാം, തേനീച്ചകൾ അല്ലെ? മധുമക്കിയാം. ഷിഫാന ഏജി, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ലിസൺ. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസർ ആയി. മനസ്സിലായോ നിങ്ങൾക്ക് ഇതൊക്കെ? ഓക്കെ. നെക്സ്റ്റ് നമ്പർ 3, കിസ്നെ കിസ്സെ കഹ. ആര് ആരോട് പറഞ്ഞു? നമ്മൾ പറയല്ലേ ഹൂ സെഡ് ടു ഹൂം, ആര് ആരോട് പറഞ്ഞു? കിസ്നെ കിസ്സെ കഹ. ഇവിടെ കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഡാഷ് ഇട്ടെടുത്ത് നോക്കിയേ, കിസ്നെ കഹ കിസ്സെ കഹ. കിസ്നെ കഹ പറഞ്ഞാല് ഹൂ സെഡ്, കിസ്സെ കഹ പറഞ്ഞാല് ആരോട്, ഹൂം സെഡ്, ആരോട് പറഞ്ഞു. ഫസ്റ്റ് കാ എഴുതിയ നോക്കിയോ, ഏത് ചിടിയാ ഭോലി നാദാൻ. ഇത് ആരാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് ചിടിയാ ഭോലി നാദാൻ. ആ ഒരു പക്ഷി നല്ല നിഷ്കളങ്കമായ ഒരു സരളമായി പാട്ട് പാടുന്ന ഒരു പക്ഷിയാണ് അല്ലെ? അത് ആരാ പറഞ്ഞത്? ആർക്ക് പറയാം? അമ്മന്ന. ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? ചൂഹ. ചൂഹ ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞത്? ഫസ്റ്റ് ഡാഷിന്റെ അടുത്ത് നമ്മൾ ചൂഹാന്ന് എഴുതി അല്ലേ? അമ്മനിക്ക് അല്ല ആൻഷിക്ക് അറിയോ? ഫസ്റ്റ് ഡാഷിന്റെ അടുത്ത് ചൂഹാന്ന് എഴുതിക്കോ. റൈറ്റ് നൗ
ആ ചൂഹ എന്ന് എങ്ങനെ എഴുതുക? ചൂഹ. चूहे ആ കിസ്സേ കഹ എന്താ എഴുതുക? എലി. ചൂഹെ എലികളോടാ പറഞ്ഞത് അല്ലെ? ഫസ്റ്റ് ചാടി വന്ന എലി ബാക്കി പുറകെ വന്ന എലികളോടാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ചൂഹേ. രണ്ടാമത്തെ ഡാഷിന്റെ അടുത്ത് നിങ്ങൾ ചൂഹേ എന്ന് എഴുതണം. ഫസ്റ്റ് ഡാഷിന്റെ അടുത്ത് ചൂഹ, കിസ്നെ കഹ എന്നുള്ളിടത്ത് ചൂഹ, കിസ്സേ കഹ എന്നുള്ളിടത്ത് ചൂഹേ. ആർ യു റൈറ്റ്? yes yes okay. next सुन ले सब मधुमक्खियां. എല്ലാ തേനീച്ചകളും കേൾക്കൂ എന്ന് ആരാ പറഞ്ഞത്? मधुमक्खी ആ മധുമക്കി. കിസ്നെ കഹ എന്നുള്ളിടത്ത് മധുമക്കി. കിസ്സേ കഹ? मधुमक्खिया. ആ വെരി ഗുഡ്. മധുമക്കിയാം. അവിടെ ഏകവചൻ ബഹുവചനാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ? ചൂഹ ചൂഹെ, മധുമക്കി മധുമക്കിയാം. തേനീച്ച തേനീച്ചകളോടാ പറഞ്ഞത് അല്ലെ? അതെ. മധുമക്കി മധുമക്കിയാം. നമുക്ക് ആ മധുമക്കി എന്നുള്ള വാക്ക് എഴുതാൻ കിട്ടുന്നില്ല. നിങ്ങൾ നോക്കണം, പേജ് മറിച്ച് നോക്കിയാൽ അവിടെയൊക്കെ ഉണ്ടത്. മധുമക്കി എന്നുണ്ട്, മധുമക്കിയാം എന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതണം കേട്ടോ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ. പിന്നീട് നിങ്ങളത് കറക്റ്റ് ആണോ നോക്കിയിട്ട് പേന കൊണ്ട് എഴുതുക. അതുപോലെ നെക്സ്റ്റ് നോക്കിയേ, ഉചിത ബഹുവചൻ രൂപ പർ ഗോള ലഗവ. ആ ഭാഷാക്കി ഭാഗത്ത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു ഫസ്റ്റ് തന്നെ അല്ലെ? ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്തു എന്നാ തോന്നുന്നത്. അന്ന് ഹോംവർക്ക് ക്ലാസ് വർക്ക് ചെയ്താണല്ലോ ഇത്. അതെ, ചെയ്തതല്ലേ ഇത്? അതെ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, एक को अनेक से मिलाओ और नाम लिखो. पेज नंबर 24 टेक. ഇതിപ്പോ തീർക്കണം വേഗം. പേജ് നമ്പർ 20. ഷൗസാദ് ലിസൺ. एक को अनेक से मिलाओ और नाम लिखो. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം ഇതല്ലേ? ഫസ്റ്റ് വൺ 10 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? റൈറ്റ് സൈഡില് അതിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 10 എന്നുള്ളത് ഏകവചനാണ്. അതിന്റെ ബഹുവചനമായിട്ട് ഒരു ഇലയാ കൊടുത്തിരിക്കുന്നത് അല്ലേ? 1 ലീഫ് 10. അനേക കണ്ടോ? ലീഫ് കുറെ എണ്ണമുണ്ട്, കുറെ ഇലകളുണ്ട്. അതപ്പോ അത് 10. അതാണ് മാച്ച് ചെയ്തത്. നെക്സ്റ്റ് നോക്കിയേ, ലഡുക്ക. ഒരു ബോയിയേ ഉള്ളൂ ലഡുക്ക. അപ്പൊ അത് ഏകവചനാണ്. വിച്ച് ഈസ് ബഹുവചൻ? എന്താണ് ബഹുവചൻ വരുന്നത്? ഫസ്റ്റ് കാണുന്നത് റൈറ്റ് സൈഡിൽ ഫസ്റ്റത്തെ ലഡുക്കേ. ഇവിടെ നിങ്ങൾ എഴുതണം ലഡുക്കേ. പെൻസിൽ കൊണ്ട് എഴുതുക ലഡുക്കേ. ആൻസൺ, ആർ യു റൈറ്റ്? ലഡുക്കേ. മൂന്നാമത് കാണുന്നത് എന്താണ്? കേല അല്ലെ? ഒരു ബനാനയെ അവിടെ കാണുന്നുള്ളൂ, ഏകവചനാണ് കേല. ബഹുവചനം വരുമ്പോ എന്താണ്? കുറെ പഴങ്ങൾ, കേലേ. രണ്ടാമത് കാണുന്നതാണ് റൈറ്റ് സൈഡിൽ രണ്ടാമത്തത് കേലേ. കേല കേലേ. ലായുടെ മുകളിൽ ഏക്ക് മാത്രം കൊടുക്കുക. ഓക്കെ, നമ്പർ 3 അല്ല, നാലാമത് കാണുന്നത് ഗുബ്ബാര. ഗുബ്ബാര മീൻസ് ബലൂൺ. ഗുബ്ബാര ഏകവചനാണ്. അപ്പം ബലൂൺസ്, കുറെ ബലൂൺസ് ഉണ്ട്. അപ്പൊ ഗുബ്ബാരേ, ഗുബ്ബാരേ. രേ എഴുതണം. രായുടെ മുകളിൽ ഏക്ക് മാത്രം ലഗാവും. ഗുബ്ബാരേ. ഉണ്ടോ? കുറെ ബലൂണുകൾ കണ്ടില്ലേ? അതാണ് അവിടെ ബഹുവചനമായിട്ട് വരുന്നതാണ്, കുറെ എണ്ണം. ലാസ്റ്റ് വൺ പുസ്തക്. പുസ്തക് ഒരെണ്ണേ ഉള്ളൂ, ഏകവചനാണ്. റൈറ്റ് സൈഡിൽ മൂന്നാമത് അനേകം ഉണ്ട് അല്ലെ? അപ്പൊ എന്താ അവിടെ വരിക? പുസ്തകേം. താഴെ മുകളില് ഏക്ക് മാത്രം കൊടുക്കുക, ഡോട്ട് കൊടുക്കുക. പുസ്തകേം.
മനസ്സിലായോ ഇത്രയും എഴുതിയത്? ओके देन नेक्स्ट है नंबर 3 उल्टा अर्थ बताने वाले शब्द विलोम शब्द कहलाते हैं എന്താ ഉൾട്ടാ അർത്ഥം എന്ന് പറഞ്ഞാല് വിപരീതാർത്ഥം അല്ലേ? അപ്പം വിലോമ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മള് വിപരീത ശബ്ദം എന്നാണ് മലയാളത്തിൽ പറയാ. ഓപ്പോസിറ്റ് വേർഡ് उल्टा अर्थ बताने वाले शब्द विलोम शब्द कहलाते हैं. जैसे എങ്ങനെയാണ് നോക്കിയോ? ദിൻ അവിടെ ഇൻഡു ചിഹ്നം കൊടുത്തിരിക്കുന്നത് അല്ലെ? നമ്മൾ ഓപ്പോസിറ്റ് നമ്മൾ ഇൻഡു ചിഹ്നമാണ് കൊടുക്കുക. അർത്ഥം എഴുതുമ്പോൾ നമ്മള് ഹൈഫൺ ഇട്ട് കൊടുക്കും. അപ്പം ഓപ്പോസിറ്റിന് ഇൻഡു ആണ്. അപ്പൊ ദിൻ ഇൻഡു എന്ന് പറയും. ഇൻഡു എന്ന് കൊടുത്താല് ദിന്നിന്റെ വിലോമ ശബ്ദം എന്താണ്? രാത്ത്. ദിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ, ദിവസം, പകല് അല്ലെ? രാത്ത് പറഞ്ഞാല് നൈറ്റ്, രാത്രി. ദിന്നിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ് രാത്ത്. എക്സാമിന് ചോദിക്കും കേട്ടോ. ദിൻ രാത്ത്. കാല, കാല മീൻസ് ബ്ലാക്ക്. ബ്ലാക്കിന്റെ ഓപ്പോസിറ്റ് വരുന്ന എന്താണ്? സഫേദ്, വൈറ്റ് അല്ലേ? ഓക്കെ. കാല, സഫേദ്. ഇത് നോട്ട്സ് തരാം കേട്ടോ, ഗ്രൂപ്പിൽ ഇട്ട് തരാം. നെക്സ്റ്റ് നോക്കിയേ. ഉൾട്ടേ अर्थ वाले शब्द पढ़ो और समझो. കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. इधर उधर, पास दूर, यह वह, ना हाँ, आया गया, व्याकुल खुश. നിങ്ങൾക്ക് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് മീനിങ് വേണം കൂടെ എഴുതി വെച്ചാൽ. ഇഥർ എന്ന് പറഞ്ഞാൽ എന്താ? ഇഥർ ഹിയർ, ഇവിടെ. ഉദർ there, അവിടെ. ഓക്കെ. പാസ് എന്ന് പറഞ്ഞാൽ എന്താ? പാസ് നിയർ, അടുത്ത്. ദൂർ എന്ന് പറഞ്ഞാൽ ഫാർ, അകലെ. യഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഹ്, യഹ് പറഞ്ഞ ദിസ്, യഹ് ദിസ്. വഹ് ദാറ്റ്. യഹ് എന്ന് പറഞ്ഞ ഇത്, വഹ് എന്ന് പറഞ്ഞ അത്, ഇത് അത് എന്ന് വരും. അങ്ങനെ. ഞാ, ഞാ എന്ന് പറഞ്ഞ എന്താണ്? നോ. ഞാ എന്ന് പറഞ്ഞാൽ നെഹി എന്നുള്ള അർത്ഥം നോ. ഹാം എന്ന് പറഞ്ഞാൽ അതെ, യെസ്, ഹാം, യെസ്. അതുപോലെ ആയ, ആയ എന്ന് പറഞ്ഞ, ആയ എന്ന് പറഞ്ഞാൽ കം. ഗയ, ഗോ, വരിക, പോവുക, അതാണ്. വ്യാകുൽ, വ്യാകുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാകുൽ സാഡ് അല്ലെ? ദുഃഖം. ഖുഷ് ഹാപ്പി, സന്തോഷം. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 25. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഈ പാഠത്തിൽ മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കോ വിളിക്കോ എന്ത് വേണേലും ചെയ്യാം. നമുക്ക് ഈ ഒരു അവർ ഇത്രയും ടൈം കിട്ടുള്ളൂ. അതാണ് മിസ് ഇതൊന്ന് കംപ്ലീറ്റ് ആകാൻ നോക്കുന്നത്. ഓക്കെ. ഇവിടെ നോക്കിയേ. നമ്പർ 4 अंग्रेजी शब्द लिखो. पेज नंबर 25 ആണ്. अंग्रेजी शब्द means English word. Write English words for the following. ഇവിടെ ശ്രദ്ധിക്കുക. ചിടിയ, ചിടിയയുടെ ഇംഗ്ലീഷ് വേർഡ് ആണ് സ്പാരോ. ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ചൂഹെ, ചൂഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഹെ അനിഹയ്ക്ക് അറിയോ? അൺമ്യൂട്ട് ചെയ്യ് വേഗം. മൈസ്. ആ, മൈസ് എന്നാണ് എവിടെ. ചൂഹ എന്ന് പറഞ്ഞാൽ എലികൾ എന്നാണ് അല്ലെ? എലികൾ എന്നുള്ളതിന് മൈസ് എന്നാ വരിക. കുറെ എണ്ണം ഉണ്ട്. MICE, മൈസ്. നെക്സ്റ്റ് ചത്ത. അനിക്ക് പറയാൻ പറ്റുമോ? അതെ, ഹൈവ് ആണ്. ചത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്, തേനീച്ച കൂടില്ലേ, അതാണ്. HIV റൈറ്റ്. മുഹമ്മദ് ഷഹസാദ് റൈറ്റ് നൗ. ആൻഷി എന്താണ്? മധുമക്കി, ഹണി ബി. ആ, ആൻസർ പറഞ്ഞല്ലേ? മധുമക്കി, ഹണി ബി. HONEYBEE, ഹണി ബി. ഓക്കെ ആയില്ലേ? നോക്കി എഴുതാനുള്ളതല്ലോ. നോക്കിയേ. നമ്പർ 5 സഹി ശബ്ദ ഭർക്കർ വാക്യ പൂരേ കരോ. എന്താണ്? ശരിയായ ശബ്ദം എഴുതിയിട്ട് അവിടെ ആ സെന്റൻസ് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്.
ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നു നോക്കിയേ. ബില്ലിയ ബില്ലി, ബച്ചെ ബച്ച, ചത്ത ചത്തെ, ഉൻ ഉസ്. അല്ലേ? ക്വസ്റ്റ്യൻ കേട്ടോ. ഏക്ക് ഡാഷ് ദൗഡ്കർ ആയി. ഏക്ക് ബില്ലി ദൗഡ്കർ ആയി. ഒരു പൂച്ച ചാടിക്കൊണ്ട് വന്നു എന്നാ പറഞ്ഞു. നെക്സ്റ്റ് നമ്പർ 2. ഡാഷ് മൈതാൻ മേ ഖേൽത്തെ ഹേ. ആരാണ് മൈതാനത്തിൽ കളിക്കുന്നത്? ബച്ച എന്നല്ല. കുറെ കുട്ടികളാ കളിക്കുന്നത് അല്ലെ മൈതാനത്തിൽ, ഒരാളല്ല. ബച്ചേ. രണ്ടാമത്തെ അല്ല, ഒന്നാമത്തേതാണ് ബച്ചേ. അതവിടെ ടിക്കറ്റ് വെക്കുക, പിന്നീട് എഴുതുക കേട്ടോ. ബച്ചേ മൈതാൻ മേ ഖേൽത്തെ ഹേ. കുട്ടികൾ മൈതാനത്തിൽ കളിക്കുന്നു. നെക്സ്റ്റ് മഖിയാം ഡാഷ് സേ നികലീം. തേനീച്ചകൾ എവിടെ നിന്നാ പുറത്തോട്ട് വന്നത്? ചത്തേ സേ നികലീം. കൂടുകളിൽ നിന്ന് പുറത്തോട്ട് വന്നു. ചത്തേ രണ്ടാമത്തതാണ്. മഖിയാം എന്ന് പറഞ്ഞ തേനീച്ചകൾ അല്ലെ? അതെ, കൂടുകളിൽ നിന്ന്. ചത്ത അല്ല, ചത്തേ സേ രണ്ടാമത്തതാണ് കറക്റ്റ്. ഹമേ ഡാഷ് സബ്കോ ബച്ചാനാ ഹേ. സബ്കോ ബച്ചാനാ ഹേ. ഇവിടെ എവിടെയോ നമ്മള് പഠിച്ചു അത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് നിങ്ങൾക്കൊരു ഗെയിം പോലെയാണ്, ഒരു ഫൺ ഗെയിം ആണിത്. കണ്ടോ? വർഗ് പഹലി മേ സേ ഏകവചൻ और बहुवचन शब्द खोजकर सही स्थान पर लिखो. ഇവിടെ നോക്കിയേ, റൈറ്റ് സൈഡിൽ ഏകവചൻ കൊടുത്തിട്ടുണ്ട്. സോറി, ലെഫ്റ്റ് സൈഡിൽ ഏകവചനം ഉണ്ട്, റൈറ്റ് സൈഡിൽ ബഹുവചനം ഉണ്ട് അല്ലെ? ബച്ച ബച്ചേ. അപ്പൊ അത് ഈ ബോക്സിനകത്തുണ്ടെന്നാ പറയുന്നത്. ബച്ചാന്നും ഉണ്ട്, ബച്ചേന്നും ഉണ്ട്. ഉണ്ടോ? കണ്ടില്ലേ? അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, കിതാബ്. നിങ്ങൾക്ക് കിതാബ് എന്ന് എഴുതാം അവിടെ. റൈറ്റ് സൈഡിൽ കിതാബ്. ഏകവചനായിട്ടുള്ളത് മാത്രമേ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ എഴുതാവൂ കേട്ടോ. അതായത് ഏകവചനം എന്നുള്ളത് കിതാബ് അല്ലെ? എഴുതിക്കോ, അവിടെ നോക്കിട്ട് എഴുതിക്കോ. ആ ഫസ്റ്റ് റോയിലുള്ള കിതാബ്. ഇപ്പൊ കിതാബ് എന്നുള്ളതിന്റെ ബഹുവചനം എന്താണ്? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് കണ്ടോ നിങ്ങള്? കിതാബേ. ബഹുവചനം എന്നുള്ളിടത്ത് കിതാബേ. ഇവിടെ ഉണ്ട് അത്. കണ്ടോ? ഇവിടെ കിതാബേ. ഇവിടെ കിതാബ് തന്നു. എവിടെയായിരുന്നു അത്? ഇത് ഇങ്ങോട്ട് കിതാബേ. നെക്സ്റ്റ് എഴുതാൻ പറ്റുന്നത് താല അല്ലെ? ഈ കിതാബിന്റെ താഴെ തന്നെ ഉണ്ട്. കണ്ടോ? ഇവിടെ താല. താല ഏകവചന്റെ അടുത്ത് എഴുതുക. താലേ എന്നുള്ളത് ബഹുവചന്റെ അടുത്ത് എഴുതുക. ഈസി അല്ലേ? താല താലേ. കാണുന്നുണ്ടോ നിങ്ങള്? താലേന്ന് എവിടെയാ കാണുന്നത്? ഇത് താല താലേ. റൈറ്റിലോട്ടും ഡൗൺ ആയിട്ടും അല്ലേ ഉള്ളത്. നെക്സ്റ്റ് നോക്കിയോ. ഇനി ഏതാ ഒരു വാക്ക് കിട്ടുക? ചൂഹ ചൂഹേ. റൈറ്റ്. ചൂഹ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഏകവചനാണ്. ബഹുവചന്റെ അടുത്ത് ചൂഹേ. നെക്സ്റ്റ് ഏതാണ് ഒരു വാക്ക് പറയാൻ പറ്റുമോ? ഗാഡി. ഗാഡി. ഗാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വണ്ടി അല്ലെ? ഗാഡി. ഗാഡിയാം. അപ്പൊ ഗാഡിന്ന് റൈറ്റ് സൈഡിലോട്ടുണ്ട്, ഡൗൺ ആയിട്ട് ഗാഡിയാം എന്നുണ്ട്. ബഹുവചനം ഗാഡിയാം.
ഓക്കെ. ഇനിയുണ്ടല്ലോ കേല കേലെ. കേല ലാസ്റ്റ് താഴെ താല എഴുതി. ആദ്യം തന്നെ എഴുതിയില്ലേ? കിതാബ് കഴിഞ്ഞപാടെ താല എഴുതിയില്ലേ? താല താലെ. ഇപ്പൊ ഏതൊക്കെ വാക്കുകളായി? ബച്ച ബച്ചെന്നായി, കിതാബ് കിതാബേ, താല താലേ, പിന്നെന്തായിരുന്നു? ചൂഹ ചൂഹേ, ഗാഡി ഗാഡിയാം, കേല കേലെ. എല്ലാം എഴുതിയില്ലേ? റസി മുഹമ്മദ് റാസി എന്താ മോനെ? എന്താണ് ലാസ്റ്റ് വൺ? കേല കേലെ. ഏതാ മോനെ റാസി? യഹ് ഉണ്ടോ ഇവിടെ? ഇല്ല, യഹ് ഇല്ല. ഫാത്തിമ മെഹറിൻ, വേർ ഈസ് ഫാത്തിമ മെഹറിൻ? ഓക്കെ. അത് യഹ് എന്നുള്ളതല്ല മോനെ, ഗാഡിയാം എന്നുള്ളതിന്റെ യാ വന്നിരിക്കുന്നത് കേട്ടോ. ഫാത്തിമ മെഹറിൻ എന്താണ്? അതെല്ലാം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരുമോ? ഇങ്ങനെ പറയുമ്പോ എഴുതാൻ പറ്റുന്നില്ല. എന്താണ് വേണ്ടത്? സ്ക്രീൻ ഷെയർ ചെയ്ത് തരുമോ? ഇവിടെ ഹിന്ദി ലെറ്റേഴ്സ് ഇല്ല മോളെ. സ്ക്രീൻ ഷെയർ ചെയ്ത് തരണമെങ്കിൽ ഇവിടെ ലാസ്റ്റിൽ ഹിന്ദി ലെറ്റേഴ്സ് ഇല്ല. എന്താണ് വിഷമം ഇവിടെ? അവിടെ ആ ബോക്സിനകത്ത് നോക്കുമ്പോ ഈസി ആയിട്ട് എഴുതാലോ. മുഹമ്മദ് സിനാൻ, വേർ നിങ്ങൾ ഏകവചൻ ഫസ്റ്റ് എഴുതുക. എന്താ മോനെ? പറഞ്ഞുതരണോ? ഓക്കെ, എഴുതിക്കോ എഴുതിക്കോ. ഫസ്റ്റ് ബച്ച ബച്ചേന്ന് അവിടെ കാണുന്നുണ്ടോ? അവിടെ കാണുന്നില്ലേ? ഉണ്ട്. അതിന്റെ താഴെ കിതാബ് എന്ന് എഴുത്. കിതാബിൻ്റെത് കിതാബേ. നിങ്ങളെ ആ ബോക്സിനകത്ത് കണ്ടോ നീ? എവിടെയാ കിതാബ് എന്നുള്ളത്? ഇവിടെ തന്നെയുണ്ട്. ലിസൺ, കണ്ടോ? ഞാൻ കിതാബ് കിതാബേ, കിതാബ് കിതാബേ, രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കിട്ടാത്തവർ, എഴുതാൻ കിട്ടാത്തവർ എന്ത് ചെയ്യണം? മിസ്സിന് പേഴ്സണലായിട്ട് വാട്സപ്പിൽ ചോദിക്കുക അതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്ന്. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഹിന്ദി ലെറ്റേഴ്സ് ഉണ്ട്, മിസ് അത് അയച്ചു തരാം, എഴുതി തരാം കേട്ടോ. ഇപ്പൊ ആരാ? ഫാത്തിമ മെഹറിന് സിനാനുമാണ് കൺഫ്യൂഷൻ. ആൻസർ എന്താ സിനാൻ? ഞാൻ എല്ലാം ഒന്നും കൂടെ വായിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് വെക്കാം. ഫസ്റ്റ് ബച്ച ബച്ച എന്നുണ്ട്. കിതാബ് കിതാബേ, താല താലേ. രണ്ടാമത്തെ റോയിലുണ്ട് താലാന്നുണ്ട്, താലേ താഴോട്ടുണ്ട്. മൂന്നാമതായിട്ട് ചൂഹ ചൂഹേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എഴുതാം, മൂന്നാമതൊന്നുമില്ല. നാലാമതായിട്ട് കിതാബ് കിതാബേ എഴുതിയല്ലേ? എന്താണ്? ഗാഡി ഗാഡിയാം. ചൂഹ ചൂഹ എഴുതിയില്ലേ? കേല കേലെ. 1 2 3 4 5 6 ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.